ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ i20 Lite ആണ് കേട്ടോ. ലൈറ്റ് എ സിക്ക് കൂളിംഗ് ഇല്ല, അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ഗേജിൽ കാണിച്ചു തരാം. എ സി ഇട്ട് കഴിഞ്ഞാൽ കൂളിംഗ് ഇല്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗേജ് വെച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ, ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കംപ്ലയിൻറ്റ് വെച്ചാൽ ലോ പ്രഷർ കുറയണില്ല, അതിങ്ങനെ കൂടി നിൽക്കുകയാണ്, അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് ഗ്യാസൊക്കെ ചോർത്തിക്കളയണം. ഗ്യാസ് ചോർത്തിക്കളയെന്ന് വെച്ചാൽ ഇതിന് കംപ്രസറിൻ്റെ ഉള്ളിൽ വാൽവ് ഉണ്ട് കേട്ടോ. കംപ്രസറിൻ്റെ ഉള്ളിൽ ആ വാൽവാണ് കൺട്രോൾ ചെയ്യുന്നത്. എ സി ക്ലച്ച് പിടിക്കാനും എല്ലാ ലോ പ്രഷറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ വാൽവാണ്. അപ്പോൾ ആ വാൽവ് മാറ്റി കഴിഞ്ഞാൽ റെഡി കേട്ടോ. i20 ഓൾഡ് മോഡലും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഇതാണ് വാൽവ്. ഈ വാൽവിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വാൽവ് അഴിച്ച് മാറ്റണം. ഇതാണ് ഇതിൻ്റെ കപ്ലർ ഊരാൻ പോവാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ സർക്കിൾ ക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ സർക്കിൾ ക്ലിപ്പ് അഴിച്ചിട്ട് ഈ വാൽവ് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ആ വാൽവ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ കംപ്ലയിൻറ്റ് വരാറുള്ളതാണ്. i20 Lite വേറെ വണ്ടികൾക്കൊക്കെ കംപ്ലയിൻറ്റ് വരാറുള്ളതാണ്. അപ്പോൾ സർക്കിട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാൽവ് ഞാൻ പുറത്തേക്ക് ഒന്ന് തള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വാൽവ് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സർക്കിൾ ക്ലിപ്പ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഞാൻ വാൽവ് പിന്നെ ഒരു നോസ് പ്ലെയറോ എന്തോടെ വെച്ച് മൈനസ് എന്തെങ്കിലും വെച്ചിട്ട് തള്ളി എടുക്കുക കേട്ടോ. പുറത്തേക്ക് തള്ളി എടുക്കുക. ഇതുണ്ടോ, ഇതേപോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റും വാൽവ്. ഇതാണ് വാൽവ് കേട്ടോ. ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 2 രൂപേൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇതിന് റേറ്റ്. ഈ വാൽവ് പുതിയത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ ആ എസിൻ്റെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാവും കേട്ടോ. ഹൈ പ്രഷറും ലോ പ്രഷറും എല്ലാം പക്കയാവും. ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളും എല്ലാം നോക്കണം കേട്ടോ. ഇതാണ് പുതിയ വാൽവ് കേട്ടോ, ഒറിജിനൽ വാൽവാണ്. ഇതുണ്ടോ പുതിയ വാൽവ്. ഇനി ഇത് അതിലേക്ക് തിരിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തിട്ട് പ്രഷർ ഇട്ട് അവിടെ ലീക്ക് ഇല്ലയെന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഗ്യാസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ പക്കയാവും, കൂളിങ് പക്കയാവും കേട്ടോ. അത് നല്ല അമർത്തി വെക്കണം കേട്ടോ. ഇത് i20 ഓൾഡ് മോഡലും ഉണ്ട്, Lite ഉണ്ട്, വെർണക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഗ്യാസ് അടിച്ച് എ സി ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലോ പ്രഷർ ഉണ്ടോ, താഴ്ന്നിട്ട് 40 താഴെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് അവിടെ മുകളിൽ 60 ഒക്കെ എടുത്തിരുന്നു. ഗ്യാസിന് കുറച്ചും കയറ്റാണ്ട് കുറച്ച് ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂളിങ്ങിൽ ടെമ്പറേച്ചർ കുറയണുണ്ടോ. ഇപ്പോൾ 10 ഒക്കെ അടുത്തായി. ഇനി ഇത് ഇപ്പോൾ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, ഇനിയും കുറയും കേട്ടോ. 7, 6, 5 ആ ഒരു രീതിയിലേക്ക് എത്തും കേട്ടോ. ഇതുണ്ടോ കുറഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ കൂളിങ് പക്കയുണ്ട്.